ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഡിന്നറായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഏത് ചെറിയ കുട്ടികൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇത് നമ്മുടെ പേളിമണി ചേച്ചിയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയിട്ടാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സബോള, തക്കാളി, പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. പിന്നെ ഇതിൽ മല്ലിയിലയും കൂടി വേണം. ഇതൊക്കെ കൂടി ചെറുതായി അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. ഇതിലേക്ക് ഇനി പാലും ചില്ലി ഫ്ലേക്സും കൂടി വേണം. അത് വളരെ കുറച്ച് മതി. അതെവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത്ര സാധനങ്ങൾ ഇതിലേക്ക് മതി. അപ്പം നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്ത് വെക്കണം. ഇതൊരു പത പോലെ വരും, അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ മുട്ടയിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്യണം. അത് ആ ഒരു പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവും. പാൽ നമുക്ക് അധികം ഒന്നും വേണ്ട, വെറും 2 സ്പൂൺ പാൽ മതി. പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ഒരു പാൻ സ്റ്റൗമ് വെച്ച് ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ സവോള, തക്കാളി, പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല അഭിപ്രായമാണെങ്കിലും ചീത്ത അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഇത് സെറ്റായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും റെസിപ്പിക്ക്. മല്ലിയിലയുടെ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് സെറ്റായി കിട്ടും. പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലോ കുറവൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട നല്ല രീതിക്ക് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മിക്സിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് സെറ്റായി വരുന്ന വരെ ഒന്ന് മൂടി വെക്കുക. 1 മിനിറ്റൊക്കെ മൂടി വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ ഒരു പകുതി വേവായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് അതിന് മുകളിൽ ഇതുപോലെ ചിറ്റോറ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളതൊന്നും കൂടി മൂടി വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓംലേറ്റ് ഒക്കെ ഏകദേശം എത്ര സമയം വേണമെന്ന്. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതാ നമ്മുടെ പേളിമണി ചേച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒന്നും കൂടി നല്ല രീതിക്ക് ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കുറച്ച് കട്ടിയുള്ള രീതിയിൽ കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.